ഏറ്റവും ആദരണീയനായ ഗവർണർ ഓഫ് ഗോവ ശ്രീ പ്രിയേഷ് ശ്രീധരൻ പിള്ള സാറേ, ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് MLA, പ്രിയങ്കരനായ ജസ്റ്റിസ് ശ്രീ ജോസഫ് സാറേ, ബഹുമാനായ അലക്സാണ്ടർ പി ജേക്കബ് സാറേ, പ്രിയപ്പെട്ട രാജാക്കന്മാരെ, സവ്യോ ചേട്ട, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. സവ്യോ ചേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ വടക്കൻകൂർ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ആ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന നസ്രാണികളുടെ, സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തോമാസ് ശ്ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ആദ്യ നാൾ മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം കേരളത്തിൽ കൊടുങ്ങല്ലൂർ രാജാവും ചോഴ മണ്ഡലത്തിലെ വലിയ പെരുമാളുമാരുമായിട്ടുമെല്ലാം നല്ല ബന്ധം പുലർത്തിയിരുന്നു. തോമാസ് ശ്ലീഹായെ വില്ലാർപട്ടം രാജാവ് സ്വീകരിക്കുകയും ആ രാജകുടുംബത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം വളരെയേറെ ആനുകൂല്യങ്ങൾ എല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നസ്രാണികളും വില്ലാർപട്ടം കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധവും കടുത്തുരുത്തിയും തമ്മിലുള്ള ബന്ധവുമെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അലക്സാണ്ടർ സാറ് വളരെ വിശദമായിട്ട് 3/4 മണിക്കൂറെടുത്ത് അതേക്കുറിച്ച് പറഞ്ഞു. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ സുറിയാനി ക്രൈസ്തവർ സമാധാനപൂർവമായിട്ട് ജീവിച്ചു. വലിയ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകി. വീടുകൾക്ക് മുമ്പ് അടച്ചു കെട്ടിയ പടിപ്പുരകൾ പണിയാൻ അനുവാദം കൊടുത്തു. രാജസന്നിധിയിൽ ഒരേ കസേരയിൽ ഇരുന്ന് സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ സ്വന്തമായിട്ടുള്ള ആനപ്പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നു. ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ സോഷ്യൽ ലൈഫിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. നമ്മളുടെ ഈ ചരിത്രം പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീധര മേനോൻ സാറിൻ്റെ സർവേ ഓഫ് കേരളയും കേശവൻ നമ്പൂതിരി സാറിൻ്റെ ഗ്രന്ഥങ്ങളും, ഇവിടെ അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ ഉബയായുടെ ജൊർണാദ പോർച്ചുഗീസ് ഭാഷയിലും പിന്നീട് മലയാളത്തിലും എല്ലാം വന്ന ഗ്രന്ഥങ്ങളും, നിരവധിയായ പോർച്ചുഗീസ് പുസ്തകങ്ങളും, AS രാമനാഥ അയ്യരുടെ ഹിസ്റ്ററിയും, അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് GT മെക്കൻസിയുടെ ക്രിസ്ത്യാനിറ്റി ഇൻ ട്രാവൻകൂർ എന്ന ഗ്രന്ഥവും, V നാഗം അയ്യായുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലും, ബെർണാർഡ് തോമ കത്തനാരുടെ നസ്രാണികൾ എന്ന ഗ്രന്ഥവുമെല്ലാം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആധികാരികമായ തെളിവുകൾ നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം എടുത്ത് അതിൽ നമ്പൂതിരിമാരുണ്ട്, നായന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വലിയ രാജപദവിയിൽ നിന്ന ഗ്രന്ഥകാരന്മാരുണ്ട്. അവരുടെ എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നോട് മോൻസാൻ ഒരു 10 മിനിറ്റ് എങ്കിലും സംസാരിക്കണമെന്ന് നിർബന്ധിച്ചു. ഗവർണർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. ഞാൻ 1-2 കാര്യമൊന്ന് പറയുകയാണ്. ദി ഒറിജിൻ ഓഫ് വടക്കൻകൂർ പ്രിൻസിപ്പാലിറ്റി may be traced back to 1100 AD and is believed to have been carved out of Vembolinad, especially in northern part of Vembanad. Certain parts of Meenachil Taluk, Ettumanur and Vaikam areas were part of this principality. It had its capital initially at Kaduthuruthi and later on at Vaikam. At its zenith, Vadakkumpur had Vembanad Lake on the west, Pandya country on the east, Tekkungur on the south, and Kodamangalam on the north as its frontiers. Besides, it was a kingdom blessed with land roads, waterways, and gut roads. Many testify that
there was a road called Kottavadi that divided Vadakungur and Tekkungur, starting from Punyar along the localities like Prananyanam, Lalam, Puliyannur, Kedangur, Etumanur, Kottakapuram, Manyur, Kaipuda up to Kudavechur. Another route may be stated from Tuduvada through Chungam, Nadiyachala, and so on. The waterways were mainly through the Meenachil, the Muattupadayar, and the Vembanad Lake. The kingdom was connected with the eastern coast through the gut routes to Munnar Pass, Kambam Pass, and the Kumali Pass, and so on. The main centers of Vadakungur were Kuravalangyad, Kaduthuruthi, that is why we meet together, Talayoraparambu, Vaikam, Vechur, Piravam, Yelanyi, Ramapuram, Muattupada, Todupada, ending with Kodamangalam. The kingdom of Vadakungur is known in Portuguese records as Reino da Pimenta, എന്ന് പറഞ്ഞാൽ പെപ്പർ കിങ്ഡം, കുരുമുളകിൻ്റെ സാമ്രാജ്യം. റെയ്ഞ്ഞോ ദ പിമെന്ത എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്ത് മുഴുവനും അത് ഈ വടക്കൻകൂർ രാജാക്കന്മാരെ കുറിച്ചാണെന്നറിയാം. അവിടെയും വലിയ ഹിസ്റ്ററി വടക്കൻകൂരെ കുറിച്ച് പാശ്ചാത്യർ എഴുതിയിട്ടുണ്ട്, ഈ പെപ്പർ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്. ദ പോർച്ചുഗീസ് ഹു റീച്ച്ഡ് ഇൻ ഇന്ത്യ in search of the Christians and spices had a very good haven in Vadakungur, as there was the abundance of both in this kingdom. When we examine the history of many churches in the area, it has been found that the land for the construction of many churches were donated by the Vadakungur Rajas. നമ്മുടെ നിരവധിയായ പള്ളികൾക്ക് സ്ഥലം തന്നപ്പോൾ കരം വേണ്ട എന്ന് പറഞ്ഞു തന്നത് പല രൂപതയിൽപ്പെട്ട അനേകം പള്ളികൾ ഈ രാജാക്കന്മാർ സംഭാവനയായിട്ട് തന്ന സ്ഥലമാണ്. സ്ഥലം സംഭാവന പള്ളി പണിയിപ്പിച്ച് തീരുന്നിടം വരെ രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള ഒന്നാം രണ്ടാം തലമുറയിൽ നിൽക്കുന്ന അധികാരികളെ ശ്രാമ്പികൾ കെട്ടി ഈ പള്ളി പണി തീരുന്നിടം വരെ ആ ശ്രാമ്പിയിൽ അവർ താമസിക്കുന്ന പാരമ്പര്യമായിരുന്നു വടക്കൻകൂർ രാജാക്കന്മാർ നമുക്ക് ചെയ്തു തന്നത്. The St. Thomas Christians were the main cultivators of pepper, which was the main commodity of Portuguese trade. Vadakungur was a subordinate of Perumbadav Swarupam for long. It is read in Portuguese manuscript that the king of Perumbadav had given the St. Thomas Christians so many privileges which no other castes in Malabar enjoyed. The Thomas Christians were privileged to move accompanied by 18 different musical instruments, carry light during daytime as accompaniment, move accompanied by armed men, and so on. None other than the Thomas Christians and the king of Perumbadampalli had these privileges. Besides, the archdeacon of St. Thomas Christians was the first among the 72 princes of this kingdom. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ചരിത്രവും ഈ രാജവംശത്തിൻ്റെതുമൊക്കെ ഇതൊരു പുസ്തകത്തിൽ അവസാനിപ്പിക്കരുത്. ഇത് ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറ്റി എഴുതാൻ തക്കവണ്ണം വേരുകളുള്ളതും മതമൈത്രിയുടെ സിദ്ധാന്തങ്ങൾ പുലർത്തിയിട്ടും ഉള്ളതായ ഒരു രാജവംശമാണ്. ഇത് കൂടുതൽ സാംസ്കാരിക വേദികളിൽ പഠന വിഷയമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. ക്രൈസ്തവർക്ക്, നസ്രാണികൾക്ക് വളരെയേറെ കോൺട്രിബ്യൂഷൻസ് ഇതിന് കൊടുക്കാനായിട്ട് പറ്റും. കടുത്തുരുത്തി വാസ് ഇനീഷ്യലി ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കിങ്സ് ഓഫ് വടക്കൻകൂർ. ഉണ്ണുനീലി സന്ദേശം സാർ പറഞ്ഞതാണ്, റിട്ടൺ prior to the arrival of the Portuguese in Malabar. Kaduthuruthi was called Sindhu Deepam, and there is mention about a road for the chariots running between Muttijara and Kaduthuruthi, built by the kings of Vadakangur. The presence of roads capable of the movement of chariots indicates the economic prosperity of the kingdom and the region. Besides, Kaduthuruthi was connected to Vembanad Lake through Valiyatod,
favoring trade through the waterways. However, before 1599, Thodupuzha became the capital of Vadakkungur kingdom on account of the adoption of the king of Thodupuzha by the queen of Vadakkungur, about which the reference was already mentioned here. In the Portuguese documents, especially in the Jornada, the journal, Kaduthuruthi is mentioned as Karturte. ജൊർണാദ ആ കാലഘട്ടത്തിലെ എല്ലാ ഡോക്യുമെൻസും എല്ലാ വിശദാംശങ്ങളും നമുക്ക് നൽകുന്ന പുസ്തകമാണ്. ഇറ്റ് ഈസ് ഡെപിക്റ്റഡ് ആസ് ദ മോസ്റ്റ് നോട്ടബിൾ പ്ലേസ് ഓഫ് ക്രിസ്ത്യൻസ്. ഇവിടുത്തെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് കടുത്തുരുത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കടുത്തുരുത്തി വാസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് റിലീജിയസ് ടോളറൻസ്. ഇവിടെ MLA പറഞ്ഞല്ലോ, ആൻഡ് കോ ഓപ്പറേഷൻ. ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് നായേഴ്സ് and the St. Thomas Christians had the same way of dressing in the beginning of the 17th century, and that both were warrior classes. Both the Nayars and the Chagos used to go to the churches to fulfill their vows towards the church. Among the St. Thomas Christians themselves, there were Vadakkungur and Thekkangur. The Christian സൂചിപ്പിച്ചതാണ്. It could be assumed that in Kaduthuruthi, the people belonging to various religions and castes lived together respecting one another. കടുത്തുരുത്തി അത്തരത്തിൽ ചരിത്രം ഒരിക്കലും വിട്ട് കളയരുതാത്ത ഒരു കേന്ദ്രമാണ്. കടുത്തുരുത്തിയുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സുറിയാനി കത്തനാരായിരുന്നു കടവിൽ ചാണ്ടി. കടവിൽ നിന്നുള്ള പേര് പോലും കിട്ടുന്നത് ഇവിടെ കടലുണ്ടായിരുന്നു കൊണ്ടാണ്. അലക്സാണ്ടർ എന്നുള്ള പേരായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അലക്സാണ്ടർ ഓഫ് ദി പോർട്ട്, അലക്സാന്ദ്രോസ് മെനായ, കടവിൽ ചാണ്ടി. അദ്ദേഹം വലിയ സുറിയാനി പണ്ഡിതനായിരുന്നു. ശ്രീധരൻ പിള്ള സാറ് 250 പുസ്തകം എഴുതി എന്നിവിടെ പറഞ്ഞു. കടവിൽ ചാണ്ടി 1000-ഓളം പുസ്തകം എഴുതിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം മന്നാനം കൊവേന്ദ്രയുടെ ലൈബ്രറിയിലുണ്ട്. അദ്ദേഹം സുറിയാനി ഭാഷയുടെ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും തീർച്ചയായിട്ടും ഇവിടുത്തെ നസ്രാണികളെക്കുറിച്ച് വിശേഷപതിയായിട്ട് ഈ വടക്കുംകൂർ രാജാക്കന്മാരുടെ സപ്പോർട്ട്, ഈ ക്രൈസ്തവർ ഇവിടെ വളർന്ന് വന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പോർച്ചുഗീസുകാരുമായിട്ട് ചില പ്രതിസന്ധികളെല്ലാം ഉണ്ട്. അതൊക്കെ അതിൽ സവിസ്തരം പറയുന്നുണ്ട്. എങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യമായിട്ട് അല്ല. ഇവിടെ ഡോമിനേസിസ് വന്ന കാര്യവുമൊക്കെ അലക്സാണ്ടർ സാറിവിടെ പറയുകയുണ്ടായി. ഞാനതുകൊണ്ട് അതിലേക്ക് കൂടുതൽ സമയമെടുക്കുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദി എൻഡ് ഓഫ് വടക്കുംകൂർ കിങ്ഡം വാസ് മാർക്ക്ഡ് ബൈ ദി അനക്സേഷൻ ഓഫ് ദി കിങ്ഡം ബൈ മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ. അത് അവിടെ കൊണ്ട് അവർ ഹിസ്റ്ററി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വേരുകളിലേക്ക് പോകണം. വേരുകളാണ് നമുക്ക് ഫ്യൂച്ചറിനെ കാണിച്ചു തരുന്നത്. വടക്കുംകൂർ കിങ്ഡം, which was also known as the Pepper Kingdom, consisted mainly in inland areas suitable to the cultivation of pepper, which was of high demand in the west. The rulers of Vadakkungur had a very close relationship with St. Thomas Christians, who played a vital role in clearing forest land and extending agricultural activities, which ultimately led to the land's economic property. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ചരിത്ര പഠനവും ഈ സമ്മേളനവും പ്രത്യേകിച്ച് നമ്മുടെ ആദരണീയനായ ഗവർണർ GB ശ്രീസ് തുടങ്ങിയ ആളുകളോടുകൂടി ബഹുമാനപ്പെട്ട MLA-യുടെയും സാബിയോ ചേട്ടൻ്റെയും ഒക്കെ കാര്യസ്ഥതയിൽ ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതുന്നത് ഈ സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററിയെ റീഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇവിടെ ഉണ്ടായിരുന്ന വടക്കുംകൂർ രാജാക്കന്മാരുടെ ആത്മീയത ഒന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അവരുടെ ആത്മീയതയുടെ പരിസരത്ത് നിന്നാണ് ഇവിടെയുള്ള ക്രൈസ്തവരും ഇതര മതസ്ഥരും വളർന്നത്. ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വടക്കൻകൂർ ഡൈനാസ്റ്റിയിലും അവരുടെ ആത്മീയതയിലും ഉണ്ട് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.